കർണാടകയിൽ വിവാഹത്തിനു പിന്നാലെ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് ക്രൂരമായ ബലാത്സംഗത്തിനിരയായിട്ടാണ് 21-കാരി സുമലത കൊല്ലപ്പെട്ടത്. സുമലതയെ കല്യാണം കഴിച്ച ഗജേന്ദ്ര എന്ന യുവാവിന്റെ സുഹൃത്തിനെയും സഹോദരനെയും പോലീസ് പിടികൂടി. ബന്ധുവായ ഗജേന്ദ്രയുമായി പ്രണയത്തിലായിരുന്നു 21-കാരിയായ സുമലത. പിന്നീട് അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. എന്നാൽ വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ 21-കാരിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഓഗസ്റ്റ് 16-ന് യുവതിയുടെ മൃതദേഹം കണ്ടെടുത്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കിണറിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. വിവാഹത്തിനു ശേഷം ഭർത്താവ് ഗജേന്ദ്രയ്ക്കും വിവാഹത്തിന് സഹായിച്ച ബോറയ്യയ്ക്കും സുഹൃത്ത് അശോകനും ഭക്ഷണം നൽകി യുവതി പുറത്തേക്ക് പോയി. എന്നാൽ ഗജേന്ദ്രയുടെയും സുഹൃത്തിന്റെയും കണ്ണുവെട്ടിച്ച് പുറത്തെത്തിയ ബോറയ്യ യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. യുവതി മരിച്ചെന്നുറപ്പായതോടെ സഹോദരൻ കാരയ്യയെ ഫോണിൽ വിളിച്ച് വിഷയം ധരിപ്പിക്കുകയും ഇരുവരും ചേർന്ന് യുവതിയെ തൊട്ടടുത്ത പൊട്ടക്കിണറ്റിൽ ഉപേക്ഷിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കേസിൽ നിലവിൽ ബോറയ്യയും കാരയ്യയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ಗಜೇಂದ್ರ ಜೊತೆಗೆ ಅವರ ಫ್ರೆಂಡ್ಸ್ ಬೋರೇಶ ಮತ್ತು ಅಶೋಕ್ ಇವರು 3 ಜನ ಲೇಡಿಯನ್ನು ಕರ್ಕೊಂಡೋಗಿ ಒಂದು ಈಶ್ವರ ದೇವಸ್ಥಾನದಲ್ಲಿ ಮೊಳಕಲ್ಮೂರು ಹತ್ರ ಮದುವೆ ಮಾಡಿಸ್ತಾರೆ. ತದನಂತರ ಅವರು ಎನ್ ಮಹಾದೇವಪುರಕ್ಕೆ ಬರ್ತಾರೆ. 14th ಮಧ್ಯಾಹ್ನದಿಂದ ಅವರು ಹೊರಗಡೆ ಹೋಗಿ ಮತ್ತೆ ವಾಪಸ್ ಬರಲಿಲ್ಲ ಅಂತ ಅವ್ರು ಹೇಳ್ತಾ ಇದ್ರು. ಈಗ ಸಸ್ಪೆಕ್ಷನ್ ನಾವು ವಿಚಾರಣೆ ಮಾಡ್ತಾ ಇದ್ದೀವಿ. കർണാടകയിലെ ചിത്രദുർഗയിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം. ചള്ളക്കരയിലെ കരിന പാലയ്യനഹട്ടി നിവാസിയാണ് 21-കാരിയായ സുമലത. ആടുകളെ മേയ്ക്കുന്ന ജോലി ചെയ്യുന്ന ആളാണ് ഗജേന്ദ്ര. പ്രണയം വീട്ടിലറിഞ്ഞതോടെ വീട്ടുകാർ എതിർത്തു. ബന്ധുക്കൾ കൂടിയായ ബോറയ്ക്കും അശോകിനുമൊപ്പം സുമലത ഗജേന്ദ്ര താമസിക്കുന്ന എൻ മഹാദേവപുരിയിലെ ഫാമിലെത്തി. വ്യാഴാഴ്ച രാത്രി 4 പേരും അവിടെ തങ്ങി. വെള്ളിയാഴ്ച സുഹൃത്തുക്കൾ ചേർന്ന് രാമസാഗരത്തിന് സമീപമുള്ള ഈശ്വരനാഥിഹിപ്പെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തി. വിവാഹത്തിന്റെ ചിത്രങ്ങൾ സുമലതയുടെ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു നൽകി. വിവാഹശേഷം അവർ മടങ്ങിയത് മുൻപ് തങ്ങിയ അതേ ഫാമിലേക്കാണ്. സുമലത പുറത്തേക്ക് പോകുകയും കുറെ സമയം കഴിഞ്ഞിട്ടും തിരികെ എത്താതിരിക്കുകയും ചെയ്തതോടെ ഗജേന്ദ്ര അന്വേഷിച്ചെങ്കിലും സുമലതയെ കണ്ടെത്താനായില്ല. അതിനിടെ യുവതിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഞായറാഴ്ച വൈകിട്ടോടെയാണ് ആളൊഴിഞ്ഞ സ്ഥലത്തെ കിണറ്റിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ജില്ലാ പോലീസ് സൂപ്രണ്ട് രഞ്ജിത് കുമാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.